വെൽക്കം ടു ഹംലൂസ് കിച്ചൺ. അടുക്ക് പാലടയാണ് ഇന്നുണ്ടാക്കുന്നത്. ഇത് ഇഫ്താറിൻ്റെ സമയത്തും ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. ഇതിലേക്ക് പാലട ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിന് പകരം വീറ്റ് ഫ്ലോർ എടുത്താലും മതി. പിന്നെ 1 മുട്ട വേണം, 1 കപ്പ് പാലും കുറച്ച് ഏലക്കാപ്പൊടിയും വേണം. പിന്നെ ഇതിലേക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് 1 ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് കാഷ്യൂസും റൈസിൻസും വേണം. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ വേണം. 2 ടേബിൾ സ്പൂൺ നെയ്യും വേണം. ആദ്യം പാലടയ്ക്ക് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ മൈദയും മുട്ടയും പാലും ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. കുറച്ച് ലൂസായിട്ട് വേണം പാലടയുടെ ബാറ്റർ ഉണ്ടാവാൻ. ഇതായിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഫില്ലിങ്ങിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി വേണം. ഞാൻ നേരത്തെ അത് വിട്ടുപോയതാണ് പറയാൻ. ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തതും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഏത്തപ്പഴം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ തേങ്ങയും കുറച്ച് ഏലക്ക പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റാം. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാലടയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ദോശമാവിനെക്കാട്ടും കുറച്ചും കൂടെ ലൂസായിട്ട് ഇരുന്നാൽ മാത്രമേ ഇത് നല്ലതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. ഇതിലേക്ക് ഇനി ഫില്ലിങ് വെച്ച് കൊടുക്കാം. പാലട നന്നായിട്ട് വേവുന്നതിന് മുമ്പായിട്ട് തന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കണം. ഇനി ഇത് ഒരു സൈഡിൽ മാത്രമേ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുള്ളൂ. ഇതിനി മടക്കി കൊടുക്കാം. ഇനി പാലടയുടെ ബാറ്റർ ബാക്കി ഒരു സൈഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫില്ലിങ് വെക്കാം. ഇനി തിരിച്ച് ഇങ്ങോട്ടേക്ക് മടക്കി വെക്കണം. ഇനി പാലട അപ്പുറത്തെ സൈഡിലേക്ക് പാലടയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ തന്നെ ഈ ബാറ്ററും ഫില്ലിങ്ങും തീരുന്നത് വരെ ഇതുപോലെ അടുക്കി അടുക്കി ചെയ്തെടുക്കാം. ഫില്ലിങ് ഒരുപാടൊന്നും വെച്ച് കൊടുക്കരുത്. 1 ടേബിൾ സ്പൂൺ മതിയാവും. ഇല്ലെങ്കിൽ ഇത് തിരിച്ചിടുന്ന സമയത്ത് പൊട്ടിപ്പോകും. ഈ പഴം ഫില്ല് ചെയ്യുന്നതിന് പകരമായിട്ട് മുട്ട ചിക്കിയിട്ട് വേണമെങ്കിലും ചേർക്കാം.
ഇടയ്ക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഈ ബാക്കി വന്നിട്ടുള്ള പാലടയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫില്ലിങ്ങിന്റെ ആവശ്യമില്ല. ഇത് തിരിച്ചിട്ടിട്ട് നല്ലതുപോലെ ഇത് മൊരിച്ചെടുക്കണം. കുറച്ച് നെയ്യ് കൂടി ഇതിന്റെ മുകളിലും താഴെയായിട്ട് കുറച്ച് നെയ്യും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിനി തിരിച്ചു മറിച്ചു വിട്ടിട്ട് നല്ല ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതൊന്ന് മൊരിച്ചെടുക്കാം. ഇപ്പൊ രണ്ട് സൈഡും ബ്രൗൺ കളർ ആക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ചെറിയ ചൂടോടെ കഴിക്കുന്നതാണ് നല്ലത്. ഇത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. തേങ്ങയും പഴവും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിന്റെ മുകളിലായിട്ട് 1 ടീസ്പൂൺ തേൻ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, 1 ടീസ്പൂൺ തേൻ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടുക്ക് പാലട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ്സ് ഒക്കെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.